തനിയാവർത്തനം ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ ക്ലാപ്പ് കൗൺസിലിംഗ് ക്ലിനിക്കിന് കീഴിലുള്ള മെന്റൽ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് തനിയാവർത്തനം എന്ന പേരിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ആത്മഹത്യയുടെ കാണാപ്പുറങ്ങൾ, കാരണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഡോക്ടർ മനു കൃഷ്ണ മോഡറേറ്ററായി നടത്തുന്ന ഓപ്പൺ ഫോറത്തിൽ മാനസികാരോഗ്യ വിഭാഗത്തിൽ ഡോക്ടർ ജയശ്രീ എ.കെ., ഡോക്ടർ ജാസ്മിൻ മേരി ജോൺ എന്നിവരും നിയമവശവും സാമൂഹ്യ ഘടനയെയും കുറിച്ച് അഡ്വക്കേറ്റ് VPP മുസ്തഫയും സംസാരിച്ചു. 30 കൊല്ലം മുമ്പ് 94-ലാണ് കേരളത്തിൽ നമ്മളിപ്പോൾ ഈ തനിയാവർത്തനം എന്ന് പറയുന്നത് പോലെയുള്ള ആത്മഹത്യകൾ കൂടുതലായി കണ്ടിട്ട് അതിൽ പ്രവർത്തിച്ചത് ഞാൻ. അപ്പോൾ 30 കൊല്ലമായി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നതെന്നുള്ളതാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഈ ആത്മഹത്യ ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ അധികം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ പോലെ ഒരു തിരിച്ചറിവ് ആ സമയത്തില്ല. അന്നത്തെ അതായത് ഏകദേശം ഒരു 1,00,000 പേരിൽ 30 പേരാണ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു എന്നുള്ളതല്ലാതെ വലിയ മാറ്റം കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് സെൻ്ററുകൾ നമ്മുടെ ഗവൺമെൻറ്റിൽ തന്നെ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും ഇതെന്തുകൊണ്ടാണ് കുറയാതെ പഴയതുപോലെ നിൽക്കുന്നതെന്നുള്ളതാണ്. എത്ര ഉദ്ദേശത്തോടെയാണ് അവർ ചെയ്യുന്നത്, എത്രമാത്രം പ്ലാൻഡ് ആണ്. അതല്ല ഇമ്പൾസീവായിട്ട് പെട്ടെന്നുള്ളൊരു തീരുമാനം കൊണ്ട്, പെട്ടെന്നുള്ള റിയാക്ഷൻ കൊണ്ട് ചെയ്യുന്നതാണോ? ഒരു ദിവസം ആലോചിച്ച്, പല ദിവസങ്ങൾ ആലോചിച്ച്, ആഴ്ചകൾ ആലോചിച്ച്, മാസങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന, സ്വയം ജീവിക്കണ്ട എന്ന് കരുതുന്ന കാര്യത്തിലാണോ? അതോ ഇന്നൊരു കാര്യമുണ്ടായി പെട്ടെന്ന് അതിനെ നേരിടാൻ പറ്റാതെ എടുത്തു ചാടിയുള്ള ഇമ്പൾസീവായിട്ടുള്ള കാര്യങ്ങൾ. ഡോക്ടർ ജയശ്രീ മുമ്പേ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കണക്കിലുള്ള വ്യത്യാസങ്ങൾ, എന്തുകൊണ്ട് നമ്പർ ഓഫ് സ്ത്രീകളുടെ ട്രൈ ചെയ്യുന്നത് കൂടുതലും മുഴുമിക്കുന്നത് പുരുഷന്മാരുടെ കൂടുതലും വരുന്നത് ഈ പ്ലാൻ. ചിലപ്പോൾ ഒരു മരണത്തെക്കുറിച്ചാകുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു, മരിക്കാനായി ഞാനൊരു കാര്യം ചെയ്യുന്നു, അത് എന്തുമാകാം. പക്ഷെ ഞാൻ ആ ചെയ്യുന്നത് മറ്റുള്ളവരറിയും. എനിക്കൊരു വലിയ അപകടം പറ്റുന്നതിന് മുൻപ് മറ്റുള്ളവരെന്നെ സഹായിക്കും എന്ന് കരുതിയും ഒരുപക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇൻറ്റൻഷൻ കുറവാണ്. ഇല്ലെന്നല്ല, അവിടെ പലപ്പോഴും ശ്രദ്ധ കിട്ടാനായിരിക്കും ഒരു കാര്യം. ക്രൈ ഫോർ ഹെൽപ്പ് എന്നുള്ളൊരു വാക്ക് ഡോക്ടർ ജയശ്രീ പറഞ്ഞു. എനിക്കൊരു സഹായം വേണം, എന്നെ ആരും സഹായിക്കുന്നില്ല. സോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു സഹായം കിട്ടാനുള്ള ഭാഷയാകാം. നമ്മുടെ നാട്ടിലെ നിയമം പലപ്പോഴും വൈരുദ്ധ്യം നിറഞ്ഞതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ 3 പാനലിസ്റ്റുകളും സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യ എന്ന് പറയുന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇപ്പോൾ അതിന് ഭാരതീയ ന്യായ സംഹിത എന്നാണ് പേര്, അതുപ്രകാരം ആത്മഹത്യാ ശ്രമം കുറ്റമാണ്. നിങ്ങളുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം അവകാശപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന് മേൽ, നമ്മുടെ ജീവന് മേൽ നമുക്ക് അധികാരം വേണം എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു അധികാരമില്ല. നിങ്ങൾക്ക് സ്വയം മരിക്കാൻ അവകാശമില്ല. ഒറ്റപ്പെട്ടു പോകുന്നവരെ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ പെട്ടുപോകുന്നവർ അവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറച്ചിലുകൾ ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് പലരും ആത്മഹത്യാ ഉദ്യമത്തിന് മുതിരുന്നത്. കൃത്യമായ കൗൺസിലിങ്ങും ചികിത്സയും വഴി ഇത്തരം മനുഷ്യരെ നേർവഴിക്ക് നടത്തി സ്വന്തം ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം കൂടി ക്ലാപ്പ് മെൻ്റൽ ഹെൽത്ത് ക്ലബ്ബ് ഈ ചർച്ചയിലൂടെ മുന്നോട്ട് വെക്കുന്നു. സൈക്കോളജിസ്റ്റ് അണിമ എസ് കൂലോത്ത്, കൗൺസിലർ ദീപ്തി പി, മെൻ്റൽ ഹെൽത്ത് സെക്രട്ടറി സത്യനേശൻ ബാലൻ, പ്രസിഡന്റ് സജീവൻ കാളീശ്വരം, ജോയിൻറ്റ് സെക്രട്ടറി ശിവകുമാർ കാങ്കോൽ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
വീട്, ഓഫീസ് എന്നിവ വ്യത്യസ്തവും ആകർഷകവുമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മനോഹരമായ ഇന്റീരിയർ ചെയ്യാം AV അസോസിയേറ്റ്സിനൊപ്പം. വീട്, ഓഫീസ്, ഷോപ്പ്, റെസ്റ്റോറന്റ് എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ, വീടുകൾക്ക് ജിപ്സം സീലിംഗ്, ലിവിംഗ് ഏരിയ, ബെഡ്റൂം ഫർണിഷിംഗ് എന്നിവ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനുകളിൽ ഞങ്ങൾ ചെയ്തു നൽകുന്നു. കൂടാതെ നിങ്ങളുടെ അടുക്കളകൾ മനോഹരമാക്കാൻ മോഡുലാർ കിച്ചണുകളും ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ്, AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, ആണ്ടാങ്കോവൽ, കുഞ്ഞിമംഗലം. കോൺടാക്ട് 9961 339846, 8590 339846.